ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അതായത് ഇതിൻ്റെ റെക്റ്റാങ്കിൾസിൻ്റെ എണ്ണം 4-ൽ നിന്ന് 8 ആക്കി. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4-ൻ്റെ ആയിരുന്നു നോക്കിയത്, ഇപ്പോൾ 8 ആക്കി റീമൻ സംസിൻ്റെ. സോ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണാം, അതിൻ്റെ ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്കത് അപ്രോക്സിമേറ്റ് ചെയ്യാം. എ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ സം ഓഫ് ഡെൽറ്റ എക്സ് ടൈംസ് എഫ് ഓഫ് എക്സ് അല്ലേ. നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡ് ബൈ എൻ ആണ്. സോ ബി എന്ന് പറയുന്നത് 8 മൈനസ് 0 ഡിവൈഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ വിഡ്ത്ത് 8 റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കാം. 8 റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കാം. ഓക്കെ, 8 ആയിട്ടില്ല, നമുക്കത് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. സോ കുറേ എണ്ണം വരച്ച് എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം ഇതിൻ്റെ ഏരിയ അപ്രോക്സിമേറ്റ് ചെയ്യും. അതാണ് റീമൻ സംസ്. ഓക്കെ, ഇനി നമുക്കിതാ നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 അല്ലേ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 അല്ലേ. നമുക്ക് ഡെൽറ്റ എക്സ് ഇവിടെ 1 ഇല്ല. നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ നമുക്കൊരു നമ്പർ ലൈൻ ഫസ്റ്റ് വരയ്ക്കാം. 0 1, കാരണം ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് റെക്റ്റാങ്കിളിൻ്റെ ഇതെന്ന് പറയുന്നത് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 1 1 1 +1 +1 + അങ്ങനെ ആയിരിക്കും. സോ 2 3 4 5 6 7 8. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ്സ് നോക്കാം, ഇതോട്ട് ഇതുവരെ. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു 0 സ്ക്വയർ 0 + 1 സ്ക്വയർ 1 + 2 സ്ക്വയർ 4 + 3 സ്ക്വയർ 9 + 4 സ്ക്വയർ 16 + 5 സ്ക്വയർ 25 + 6 സ്ക്വയർ 36 + 7 സ്ക്വയർ എത്രയാണ്? 49. ഓക്കെ, ടൈംസ് 1. ഓക്കെ, 1 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 1 തന്നെയാണ്. നമുക്ക് ഇനി എന്തെല്ലാം കാൽക്കുലേറ്ററിൽ പോയി കൂട്ടി നോക്കട്ടെ. ഓക്കെ, ലെഫ്റ്റ് എൻഡ് പോയിൻറ്റ്സിൽ നോക്കുന്ന സമയത്ത് 170 അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടിയത്. പക്ഷേ അത് 170 അടുത്തായിട്ട് നിൽക്കുന്നില്ല, അടുത്തല്ല, കാരണം അത്രയ്ക്ക് അടുത്തല്ല, കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് എ ആർ അല്ലെങ്കിൽ എ റൈറ്റ് എൻഡ് പോയിൻറ്റ്സ് വെച്ചിട്ട് നോക്കാം. ഈ 0 കൂട്ടാതെ ബാക്കി എല്ലാ നമ്പേഴ്സും 1 സ്ക്വയർ 1 ടൈംസ് 1 സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 2 സ്ക്വയർ 4 + 9 + 16 + 25 + 36 + 49. ഓക്കെ, പ്ലസ് 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64. ഓക്കെ, അത്രേ ഉള്ളൂ. സോ നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 204 ആണ്. ഇതിനെയും കാട്ടി അബവ് അപ്രോക്സിമേഷനാണ്. അതായത് ഇതിനെയും കാട്ടി വലുതാണ്, ഇതിനെയും കാട്ടി ചെറുതാണ്. സോ ഇത് കുറച്ചും കൂടെ വലുതാണ്. ഇനി നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്തെടുക്കാം, നമുക്കിതിൻ്റെ ആവറേജ് എടുക്കാം. സോ ആവറേജ് ഈസ് ഈക്വൽ ടു എ എൽ അല്ലേ. എ എൽ എന്ന് പറയുന്നത് 140, രണ്ടാളും കുഴപ്പമില്ല, പ്ലസ് 204 ഡിവൈഡ് ബൈ 2. കാൽക്കുലേറ്റർ നമുക്ക് നല്ലൊരു അപ്രോക്സിമേഷനാണ് കിട്ടിയിരിക്കുന്നത്. എന്താ വെച്ചാൽ 172 നല്ലൊരു അപ്രോക്സിമേഷനാണ്. നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഇത് വളരെ വളരെ അടുത്തായിട്ടാണ്, 170 വളരെ അടുത്താണ് ഈ സംഭവം. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ എൻ അല്ലെങ്കിൽ ഈ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ്, ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് ആണ്. ഇവിടെ റെക്റ്റാങ്കിൾസ് 8 വരച്ചിട്ടുണ്ട്. സോ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾ ഇതിൻ്റെ കൂടുന്നോളം, എത്രത്തോളം നമ്മൾ എന്നിൻ്റെ വാല്യൂ കൂട്ടുന്നോളും അത്രത്തോളം എന്ത് കൂടും, ഇതിൻ്റെ ഏരിയാൻ്റെ അപ്രോക്സിമേഷൻ കറക്റ്റായി വരും. നമ്മുടെ കറക്റ്റ് എക്സാക്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റിഗ്രൽ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആണ് കാൽക്കുലസ് 2-ൽ. സോ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ 170.67, വിച്ച് ഈസ് ക്ലോസ് ആയിട്ടുള്ള കാര്യമാണ് 172 ആയിട്ട്. ഓക്കെ, ബൈ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം.